ഞങ്ങൾ ഇത്രയും നാളും നെഞ്ചിലേറ്റി വളർത്തിയ കുഞ്ഞ. ഇവളുടെ മുഖം ഒന്ന് വാടാൻ പോലും ഞങ്ങൾ ആരും അനുവദിച്ചിട്ടില്ല. എന്റെ മോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു പോയാ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ജലജാത ക്ഷമിക്കണം. എന്തേ പറയുന്നേ? അമൃതയെ മരുമകളായിട്ടല്ല, എന്റെ മകളായിട്ട് തന്നെയാ ഞാൻ കാണുന്നത്. മഹാലക്ഷ്മിയാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറാൻ പോന്നേ. ഒരിക്കലും അമൃതയുടെ കണ്ണു നിറയാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവില്ല. ഞാനത് വാക്ക് തരുന്നു. അമൃതേച്ചിക്ക് ഒരു കുറവും വരാതെ ഞങ്ങള് നോക്കിക്കൊള്ളാം ആന്റി. ശ്രീയേട്ടൻ അമൃതേച്ചിയെ സങ്കടപ്പെടുത്തിയ അമൃതേച്ചിയും കൂട്ടി ഞാൻ പുത്തമ്പുരക്കിലേക്ക് വരാം. പോരെ? മാളു, എവിടെ എന്താ പറഞ്ഞെന്ന് നിനക്കറിയില്ലേ? നാവടക്കി മിണ്ടായിരിക്കും. അമ്മ, നിന്റെ ചിരികളായിരുന്നു മോളെ നമ്മുടെ വീടിന്റെ വെളിച്ചം. സന്തോഷിക്കണോ കരയണോ എന്ന് അച്ഛൻ അറിയില്ല മോളെ. അല്ല സുധേ, നമ്മുടെ മാളൂരിന്റെ കല്യാണക്കാര്യം എന്തായി? അത് പിന്നെ അവളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാ സാറേ. ഓഹോ, അപ്പോ പയ്യനോടുന്ന്? അത് പിന്നെ നല്ല കുടുംബമാ സാറേ. അതെ ജലജേച്ചി, രാഹുകാലത്തിന് മുമ്പ് ചെറുക്കനും പെണ്ണും വീട്ടിൽ കയറണ്ടേ? അല്ല, എന്നാ പിന്നെ പുറപ്പെട്ടാലോ? എന്നോട് ക്ഷമിക്കേച്ചി. ചേച്ചിക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന എന്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് ചേച്ചിയെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ല. എന്റെ ചേച്ചിയൊന്നും ഹാപ്പിയായി കാണാനാ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ചേച്ചിയുടെ അവസ്ഥ നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ. എല്ലാരും കൂടെ നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ചേച്ചി. ആദി, ഇതൊന്നും നിന്റെ തെറ്റല്ല. ചില സമയങ്ങളിൽ വിധിക്ക് മുമ്പിൽ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. എന്റെ ജീവിതം ഇങ്ങനെയാവണമെന്ന് നേരത്തെ വിധിച്ചിട്ടുണ്ട്. ആ വിധി തിരുത്താൻ നിനക്കോ എനിക്കോ ആവില്ല. ഞാൻ എന്റെ വിധിയെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിൽ നിനക്കൊരു കുറ്റബോധവും വേണ്ട. ചേച്ചി എന്തിനോട് കള്ളം പറയുന്നു? അയാളുമായിട്ടുള്ള ജീവിതത്തിൽ ചേച്ചി ഒരിക്കലും സന്തോഷവതിയായിരിക്കില്ലെന്ന് എനിക്കറിയാം.